ഞാനൊന്നിടയ്ക്കൊന്ന് കുറച്ച് തടി വെച്ച് കഴിഞ്ഞാല് അപ്പ വരും. ഞാനൊന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാല് അപ്പോഴും വരും. ഇപ്പൊ ഒരു പണിയെടുക്കാത്ത അഫി എല്ലാ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്തുവാ ഒന്നും കൂടെ ഒന്നും ഇല്ല. ആക്ച്വലി ചാനൽ ഇവാക്ക് കൊടുത്ത അവസ്ഥയായി. എന്നെ കൊണ്ട് പറയാൻ പോലും സമ്മതിക്കണില്ല കേട്ടോ. ഫുള്ള് അവൾ എന്നെ പറയാന്നും പറഞ്ഞ് റെഡി ആയിരിക്കാണ്. ശരിക്കും ആർക്കെങ്കിലൊക്കെ അറിയോ നമ്മളിവിടെ കൊറേ നേരമായി വീഡിയോ എടുത്തിട്ട്. അപ്പൊ നമ്മൾ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് മമ്മച്ചി ബാക്കിയുള്ളതൊക്കെ മമ്മച്ചി പറയും. ഭാഗ്യം. അപ്പോ കുറെ പേരൊക്കെ മിക്കവാറും കമന്റ് ഇടാൻ സാധ്യതയുണ്ട് ആരാന്നൊക്കെ ചോദിച്ചിട്ട്. ഒന്നും പറയണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. മടി പിടിച്ച് പോവായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട്. ഇവ നാട്ടിൽ പറഞ്ഞു വിട്ടേക്കായിരുന്നു. ഇവ വെക്കേഷനൊക്കെ പോയി. ഇവ 2 മാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് ഇനി കറങ്ങാൻ പോണം അങ്ങടെ ഇങ്ങടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നതിന്റെ ഇടയ്ക്ക് എന്തുവാ അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പോ എന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മള് കുറച്ച് പറയാമ്പോ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇത് കേൾക്കാം. അപ്പൊ വീഡിയോ ഇട്ട് തുടങ്ങിയ നാളോട്ട് തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോവാറുള്ള ഒരു കമന്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു കമന്റ് അല്ല, ഈ ഒരു കാര്യം. ഞാനൊന്നിടയ്ക്കൊന്ന് കുറച്ച് തടി വെച്ച് കഴിഞ്ഞാല് അപ്പ വരും. ഞാനൊന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാല് അപ്പോഴും വരും. പ്രഗ്നന്റ് ആണോന്ന് ഈ ഒരു കമന്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പൊ 2ാമത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അൽഹംദുലില്ലാ 2ാമത് ഒരാളും കൂടി വരാനുള്ള ഒരുക്കത്തിലാണ്. ബ്രദറോ സിസ്റ്ററോ ആയിക്കോട്ടെ ഇൻഷാല്ലാ. ഇവ അത്ര എക്സൈറ്റഡ് ആട്ടാ. ഇവാക്കായിരുന്നു ഒരു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് എന്തുവാ ബ്രദറോ സിസ്റ്ററോ തന്നെ കിട്ടണം, ബേബി തന്നെ കിട്ടണ ഞാൻ പ്രാർത്ഥിച്ചത്. ഇവയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ബസ്സിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഇറങ്ങിയും തിരിച്ചു വരുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് എന്തെങ്കിലും ബ്രദറും സിസ്റ്ററും. അവള് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നായിരിക്കും, പക്ഷെ നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ കുറച്ചു കാലം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം എന്ന് വെച്ചാൽ 2-3 വർഷം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തൽക്കാലം ഇപ്പൊ പ്ലാൻ ചെയ്യുന്നില്ല. മെന്റലി ഫിസിക്കലി ഒന്നും പ്രിപ്പയർഡ് അല്ല. നമ്മൾ കരിയർ വൈസ് ആണെങ്കിലും എല്ലാതും കൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി എന്നാൽ കുറച്ച് പ്രിപ്പയർ ആയി വരുമായിരുന്നു. അത് തന്നെ. അപ്പൊ തന്നെ അൽഹംദുലില്ലാ വേഗം തന്നെ ആയി. പിന്നെ ഞാൻ വീഡിയോസ് ഫസ്റ്റ് തന്നെ എനിക്ക് വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല. വോമിറ്റിംഗ് എന്ന് വെച്ചാല് അമ്മ അതിന് വോമിറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇവായ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഡിലേ ആക്കിയതിന്റെ ഒരു റീസണും അതൊക്കെ തന്നെ ആയിരുന്നു. എനിക്ക് ഇവാടേന്ന് ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വോമിറ്റിംഗ് ആയിരുന്നു. അപ്പൊ അതേപോലത്തെ ഒരവസ്ഥ ഇനിയും വരാൻ എനിക്കത് പേടിയായിരുന്നു. അങ്ങനെ നീട്ടിക്കൊണ്ട് പോയതാണ്. പക്ഷെ ഇതും വോമിറ്റിംഗ് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ വോമിറ്റിംഗ് ഇല്ല കേട്ടോ. ഇപ്പൊ 4 മാസം കഴിഞ്ഞപ്പോ കൊറേ ഭേദമായിട്ടുണ്ട്. 1 2 3 ഇങ്ങനെ കൊറേയൊക്കെ ഭേദമായിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഒന്നൊരു ആരോഗ്യം വെച്ചത്. വീഡിയോ ഒക്കെ എടുക്കാനായിട്ടാണെങ്കിലും ഇന്ന് തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഇട്ടിട്ടില്ല. ഞാന് പക്ഷെ മമ്മച്ചി ഇന്നൊരു വീഡിയോ ബുക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ബുക്കല്ല, ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ കുറെയൊക്കെ ആക്റ്റീവ് ആയിരുന്നു. യൂട്യൂബിൽ റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇൻസ്റ്റയില് അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം ആയോടുകൂടി ഓരോരിടത്ത് തന്നെ കാണാനില്ലായിരുന്നു. കുറേ പേര് കമന്റ് അയച്ച് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്ത് ചോദിക്കണ്ടായിരുന്നു ഇവിടെ പോയി, എന്താണ് ഒരു അറിവും ഇല്ലല്ലോ എന്ന്. ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഫുൾ ഓഫ് ആയിരുന്നു. പിന്നെ ഓഫീസിൽ പോണം, അതുകൊണ്ട് ഓഫീസിൽ പോവും, തിരിച്ചു വരും.
അങ്ങനെ ബാക്കി ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു പണി എടുക്കൂല. ഇപ്പൊ ഒരു പണിയെടുക്കാത്ത അഫി എല്ലാ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ പണ്ടൊക്കെ വീഡിയോയില് കുറ്റം പറയായിരുന്നു, ഒരു പണി എടുക്കൂല, ഒന്നും ചെയ്യൂല. ഇനി പുകഴ്ത്തി പറയണമെന്നില്ല, അതൊക്കെ കടമയാണ്, ഭർത്താക്കന്മാരുടെ കടമയാണ്. ഇപ്പൊ പിന്നെ എല്ലാം ചെയ്തോളൂ കേട്ടാ. ഇപ്പൊ എന്താ പറയാ, എന്തൊക്കെ പണിയെടുക്കും പറഞ്ഞോട്. അടുത്ത പണിയെടുക്കാൻ സമയമായി. അപ്പൊ ഈ പണികളെല്ലാം നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടോ. മമ്മച്ചി ഇന്ന് കുറെ വീഡിയോ എടുത്തിട്ട് മമ്മച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഈ ഡാഡി പണി ചെയ്തൊക്കെ ഇതാക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തരാവോ, തുണി അലക്കിയിട്ട് ഇതാക്കും, പിന്നെ തറ തുടയ്ക്കും, പിന്നാണ് ഈ ഫുഡ് ഉണ്ടാക്കും, ബാത്റൂമിൽ എടുക്കും, എല്ലാതും ചെയ്തോളും. ഈവൻ ഇവാക്കുള്ള സ്കൂളിൽ കൊടുത്തു വിടേണ്ട ഫുഡ് വരെ ഉണ്ടാക്കി ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്നും ദോശയാണ് അല്ലേ, അതൊന്നും നമ്മൾ പറയണ്ട. എന്നാലും അങ്ങനെ അഫേനാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാം പഠിച്ച് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ കണ്ടിന്യൂ ചെയ്തോളാൻ. പഠിക്കേണ്ടതൊക്കെ അറിയായിരുന്നു, പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ലാണ്ട് പോണു. ഇപ്പൊ 4 മാസം കഴിഞ്ഞു, 4th മന്ത് കഴിഞ്ഞു. ഇവിടെ NMC-യിലാണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഡെലിവറി ടൈം ആവുമ്പോൾ നമ്മളിപ്പോൾ ക്ലിനിക്കിലാണ് കാണിക്കുന്നത്. ഡെലിവറി ആകുമ്പോൾ മിക്കവാറും ഹോസ്പിറ്റലിലോട്ട് അങ്ങനെയാണല്ലോ. ഇവിടുത്തെ ഇൻഷുറൻസിന്റെ ഒരു പാറ്റേൺ വെച്ച് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനി അടുത്ത വരും വീഡിയോയിലൊക്കെ എന്തായാലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്റെ ആരോഗ്യം പോലെ ഞാൻ ചെയ്യും. ആക്ച്വലി ജോലിക്ക് പോണുണ്ട്. നമ്മള് എന്താ പറയാ, ഇത്രയും കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ബിൽഡ് ചെയ്തെടുത്തിട്ട് പിന്നെ അങ്ങ് ഒന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ നാട്ടിലെല്ലാവരും ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ. അതായത് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതായത് ഇവ ഓൾമോസ്റ്റ് ഇപ്പം ഇവാക്ക് 8 വയസ്സ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിലാണെങ്കിലും അഫിന്റെ വീട്ടിലാണെങ്കിലും എല്ലാരും ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ എല്ലാരും ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷായി. അങ്ങനെ എന്താ പറയാ, അതൊക്കെ തന്നെയാണ് കാര്യങ്ങള്. അങ്ങനെ എന്തായാലും എല്ലാവരുടെയും ദുആ ഉണ്ടാവണം, എല്ലാം നന്നായിട്ട് നടക്കാനായിട്ട്. അത്രയൊക്കെ തന്നെ ഉള്ളു. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാം, നിങ്ങളോട് പറയാൻ എനിക്ക് ആദ്യം തന്നെ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സാഹചര്യങ്ങൾ അത്രയും മോശമായോണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആക്കിയത്. കുറച്ചുപേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ചുപേര് വന്നിട്ടൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരോടും പറഞ്ഞിട്ടില്ല, ഫാമിലിയിലും. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ പോയിട്ട് ദോശ ഉണ്ടാക്കണം, രാത്രിത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നാളെ ഇനി ഓഫീസിൽ പോണം. അഫി പോയി പണിയെടുക്കട്ടെ. ഇനി അടുത്ത വീഡിയോ എപ്പോഴായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇടാൻ നോക്കാം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അഫി അവിടെ കിച്ചണിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ മുഖമൊക്കെ ആകെ മാറിയല്ലേ. എൻ്റെ മുഖം ഉണ്ട മുഖയും മുഖമൊക്കെ വീർത്തിട്ട്. അഫിയുടെ ഇഡ്ഡലി മേക്കിംഗ് സ്കിൽസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാതും ഞാൻ പഠിപ്പിച്ചു. ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ, ഒരു സാധനം അറിയില്ലായിരുന്നു. അത് ചെയ്യണായിരുന്നു. അപ്പൊ ഇത്രയും കാലം ചെയ്യാന് ഇവിടെ തന്നെ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കണം, ഞാൻ തന്നെ തുണി അലക്കണം, ഞാൻ തന്നെ തുടയ്ക്കണം. ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യണില്ല. ഞാൻ സുഖമായിട്ട് കട്ടിലിൽ കയറി ഇരിക്കും. അപ്പൊ എല്ലാ പണിയെടുക്കും. സോ ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടവർ വേഗം പ്രഗ്നന്റ് ആയിക്കോളൂ. ഇങ്ങനത്തെ ഹസ്ബൻഡിന്റെ സ്നേഹമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സ്നേഹം ഇല്ലാത്തവർക്ക് ഒരു സ്നേഹം വരുന്ന സമയം തോന്നില്ല അഫി. അപ്പൊ ശരി കേട്ടാ, ബൈ ബൈ.